പല ദിവസങ്ങളിലും ചിലപ്പം ഭക്ഷണത്തിന് പോലും കാശ് എത്തിച്ച് കിട്ടാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വലിയൊരു ഹാഷ് പാസ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടുന്ന് തുടങ്ങിയ ബന്ധം സിനിമയിലെത്തുമ്പോൾ എനിക്ക് ഒരു മുഴുനീള ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധ്യമായി വന്നത് ആനവാൽ മോതിരമാണ്. ഞാൻ ഒരിക്കലും ഒരു സിനിമയിലെ സഹനടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സീനിയർ, മോസ്റ്റ് അഡ്മയറബിൾ സീനിയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക്, അതിപ്പം മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കുന്ന ഒരു തലത്തിലല്ല, കുറച്ചുകൂടി ഒരു അതിനൊരു തലം വേറെയാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന സിനിമ പ്രവർത്തകനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിനായി ഒരു പ്രത്യേക തലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ആദരവിലൂടെ നമ്മളത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളിക്കുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വേർപാടെന്ന് പറയുന്നത് അതീവ ദുഃഖത്തിൽ മലയാളിയെ ആഴ്ത്തുന്ന ഒരു മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം ദുഃഖത്തിൽ, ബന്ധുക്കളുടെ എല്ലാം ദുഃഖത്തിൽ കണ്ണീരോടെ പങ്കുചേരുന്നു. മലയാളികളുടെ കണ്ണീരോടൊപ്പം ഞാൻ.